ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ദൈവവചനം ശ്രവിച്ച വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്കും പങ്കുചേരാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 4-ാം വാക്യം. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക എന്നൊക്കെ പല പ്രാവശ്യവും നമ്മൾ കേൾക്കാറുണ്ട്. തിരുവചനത്തിലൂടെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ശ്രദ്ധിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് സൂക്ഷിക്കാൻ കഴിയണം. നമ്മുടെ ജീവിതത്തെ ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയണം. ഓരോ കാര്യം ചെയ്യുമ്പോഴും, ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും, ചിന്തിക്കുമ്പോഴും, സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു ശ്രദ്ധ വേണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആത്മീയ തലങ്ങളിലും ഭൗതിക തലങ്ങളിലുമൊക്കെ ഉണ്ടാകുന്ന ശ്രദ്ധാക്കുറവുകൾ പലപ്പോഴും പലർക്കും തകർച്ചകൾക്ക്, വേദനകൾക്ക്, ദുരിതങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഒരാളുടെ ചെറിയൊരു അശ്രദ്ധ മൂലം എത്രയോ കുടുംബങ്ങൾ വീഴുന്നുണ്ട്. ഒരാളുടെ അശ്രദ്ധയാകാം. ഒരു വൈദിക വിദ്യാർത്ഥി ഒരു അപകടത്തിൽ മരണമടഞ്ഞു. അപകടം സംഭവിച്ചത് ഇപ്രകാരമാണ്. ഈ വൈദിക വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ സൈക്കിളിലൂടെ കടന്നു പോകുമ്പോൾ സൈഡിൽ ഒരു കാറ് നിർത്തിയിരിക്കുകയായിരുന്നു. ഈ കാറിൻ്റെ അരികിലൂടെ ഈ സൈക്കിൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് കാറിൻ്റെ ഡോറ് തുറക്കപ്പെടുന്നു. ഈ ഡോറ് സൈക്കിളിൽ വന്ന് തട്ടി ഈ വൈദിക വിദ്യാർത്ഥി വണ്ടിയിൽ വന്ന ആ ലോറിയിൽ അടിയിൽപ്പെട്ട് മരിക്കുകയാണ്. ഒരാളുടെ ചെറിയൊരു അശ്രദ്ധയാണ്. പാർക്കിംഗ് ചെയ്തിരുന്ന സ്ഥലത്ത് ഡോർ തുറക്കുന്നതിന് മുമ്പ് ഒന്ന് പുറകിലോട്ട് നോക്കി ഏതെങ്കിലും വാഹനം വരുന്നോ എന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിൽ നമ്മുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ശ്രദ്ധക്കുറവ് കൊണ്ട് എത്രയോ പേരുടെ കണ്ണുനീരുകൾ ഈ ഭൂമിയിൽ വീഴുന്നുണ്ട്. ദൈവം അനുവദിക്കുന്നതാണോ എന്ന് പലരും അറിയാതെ ചോദിച്ചു പോകും. നമ്മുടെയൊക്കെ നിരുത്തരവാദവും നമ്മുടെ അശ്രദ്ധയും ഒക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ണുനീര് വീഴ്ത്തുമ്പോൾ നമ്മൾ എങ്ങനെ അതിന് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കാൻ സാധിക്കും? നമ്മുടെ കുറവുകൾ, അശ്രദ്ധ മൂലം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വേദനകൾ വരുത്തിയിട്ട് എങ്ങനെ ഈ ഭൂമിയിൽ സ്വച്ഛതയോടെ സ്വതന്ത്രമായി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും? കഴിഞ്ഞ ആ ഓഗസ്റ്റ് മാസത്തിൽ വളരെ മനോഹരമായി ഒത്തിരി വൈദികർ പങ്കെടുത്ത ഒരു വിവാഹമായിരുന്നു. രണ്ടുപേരും ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഭവനങ്ങളിൽ വൈദികരുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 35 വൈദികരോളം ഈ വിവാഹ ആശീർവാദ കർമ്മത്തിൽ പങ്കെടുക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, 2 മാസം ആകുന്നതിന് മുമ്പ് തന്നെ ഈ വിവാഹത്തിലേക്ക് പ്രവേശിച്ച വരൻ, അദ്ദേഹം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അലക്ഷ്യമായിട്ട് ശ്രദ്ധ മാറിക്കൊണ്ട് വന്ന ഒരു ട്രാൻസ്പോർട്ട് വണ്ടി ഈ ചെറുപ്പക്കാരനെ ഇടിച്ചു വീഴ്ത്തുകയാണ്. ആ സ്പോട്ടിൽ തന്നെ ഈ ചെറുപ്പക്കാരൻ മരണമടഞ്ഞു. പ്രിയമുള്ളവരെ, വിവാഹം തുടങ്ങി വിവാഹത്തിൻ്റെ ആ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് 2 മാസം കഴിയുന്നതിന് മുമ്പ് ഈ ദാരുണമായ ഒരു വേദന ഈ 2 കുടുംബങ്ങളും ഏറ്റെടുക്കുവാനായിട്ട് കാരണമായത് ആ വാഹനമോടിച്ച ട്രാൻസ്പോർട്ടിലെ ആ ഡ്രൈവറിൻ്റെ ശ്രദ്ധക്കുറവാണ്. അദ്ദേഹം അത് അലക്ഷ്യമായിട്ട് റോങ്ങായിട്ട് വാഹനം എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അനുവദിച്ച ആ ഒരു ട്രാക്കിലൂടെ, ആ ഒരു സ്ഥലത്തിലൂടെ വാഹനം ഓടിക്കാതെ ഈ സ്കൂട്ടറിൻ്റെ ആ ട്രാക്കിൽ കയറി കഴിഞ്ഞപ്പോൾ അശ്രദ്ധയോടെ വാഹനം ഈ സ്കൂട്ടറിനെ ഇടിക്കുകയായിരുന്നു ചെയ്തത്. അശ്രദ്ധ എത്രയോ പേരുടെ വേദനകൾ ഈ ഭൂമിയിൽ സമ്മാനിക്കുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ തിരക്ക് പിടിച്ച ഈ ലോകത്തിൽ നമ്മൾ പലതും അശ്രദ്ധയോടെ കടന്നു പോകുന്നുണ്ടോ? പലതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ? തിരക്കുകൾ പറഞ്ഞ് നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ട് നമ്മൾ ഓടുമ്പോൾ പ്രിയമുള്ളവരെ, പലതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നില്ലേ? നമ്മുടെയൊക്കെ നിരുത്തരവാദപരമായ മനോഭാവങ്ങൾ, എത്രയോ പേരുടെ വേദനകൾ, കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴാനായിട്ട് കാരണമാകുന്നുണ്ടെങ്കിൽ അത് മാറ്റുവാനായിട്ട് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ശ്രദ്ധയുള്ളവരാവുക, സൂക്ഷിക്കുക. യേശുനാഥൻ പറയുകയാണ്, നീ സൂക്ഷിക്കുക. ആത്മീയ ജീവിതത്തിലും ഒരു വലിയൊരു ശ്രദ്ധ നമുക്കുണ്ടാകണമെന്ന് ഇന്നത്തെ തിരുവചനത്തിൽ പറയുകയാണ്. ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടതെന്ന് തിരുവചനത്തിലൂടെ ഒന്ന് നമുക്ക് ധ്യാനിച്ച് കണ്ടെത്താം. ഒന്നാമത് വചനം പഠിപ്പിക്കുകയാണ്, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ.
ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം തിരുവചനമാണ്, എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളാരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സ്വാർത്ഥതകൾ മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. ഓരോ ദിവസവും ഞാൻ ദൈവത്തിനോട് ചേർന്ന് നടക്കുന്ന വ്യക്തിയാണോ അതോ ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോകുന്ന വ്യക്തിയാണോ എന്ന് നമ്മളോട് തന്നെ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയണം. കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 16-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുണയും ഉള്ളവരായിരിക്കുവിൻ. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ച ഒരു വിശ്വാസമുണ്ട്. ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുവാൻ നമ്മൾ തീരുമാനമെടുത്ത് ജ്ഞാനസ്നാനത്തിലൂടെ യേശുവിനെ രക്ഷകനും നാഥനുമായൊക്കെ സ്വീകരിച്ച് ജീവിക്കുന്ന ജീവിതം ദൈവത്തോട് ചേർന്ന് തന്നെയാണോ പോകുന്നതെന്ന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിൽ നിന്ന് നമ്മളെ അകന്നകന്നു പോകുവാനായിട്ട് ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ അത് കാരണമായി മാറുന്നുണ്ടെങ്കിൽ അത് തിരുത്തുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. പുറപ്പാട് പുസ്തകത്തിൽ 23-ാം അധ്യായം 13-ാം വാക്യം, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വയ്ക്കണം. അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത്, അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ ഇടവരരുത്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് അകറ്റുന്ന തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ കയറ്റി വയ്ക്കാനായിട്ട് പാടില്ല. അന്യദേവന്മാരുടെ നാമങ്ങൾ നമ്മുടെ നാവിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉരുവിട്ടിരുന്നാൽ പ്രിയമുള്ളവരെ, നമ്മളറിയാതെ സജീവനായ ദൈവത്തിൽ നിന്ന് അകലുവാനായിട്ട് ചിലപ്പോൾ അത് കാരണമാകും. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 12-ൽ പറയുന്നില്ലേ, നിങ്ങൾ പ്രവേശിക്കുന്ന ദേശത്തെ നിവാസികളുമായി ഒരു ഉടമ്പടിയിലും ഏർപ്പെടരുത്, ഏർപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ഒരു കെണിയായി തീരും. വചനം പഠിപ്പിക്കുകയാണ്, ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ എടുക്കേണ്ട നിലപാടുകളിൽ നമ്മൾ ശ്രദ്ധ വേണം. നിയമാവർത്തനം 4-ാം അധ്യായം 9-ൽ പറയുകയാണ്, നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കുവാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മറയാതിരിക്കുവാനും ശ്രദ്ധിക്കുവിൻ. ജാഗരൂകരായിരിക്കുവിൻ. അവയെല്ലാം നിങ്ങളും നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം. കാരണം ദൈവമായ കർത്താവ് നമുക്ക് നൽകിയ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകാനായിട്ട് പാടില്ല. ഏത് മതവിഭാഗങ്ങളുടെ ഇടയിൽ നമ്മൾ ജീവിച്ചാലും, ഏത് ദേശത്ത് നമ്മൾ കടന്നു പോയാലും, ഏത് സംസ്കാരങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാലും നമുക്ക് ലഭിച്ച ഒരു വിശ്വാസം അതിൽ നിലനിൽക്കുവാനായിട്ട് ഒരു ശ്രദ്ധ വേണമെന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. നിയമാവർത്തനം 4:23 പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുമായി ഉണ്ടാക്കിയ ഉടമ്പടി മറക്കാതിരിക്കുവാനും അവിടുന്ന് വിലക്കിയിട്ടുള്ളതുപോലെ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കുവിൻ. നിയമാവർത്തനം 11:16 പറയണം, വഞ്ചിക്കപ്പെട്ട് വഴിതെറ്റി അന്യദേവന്മാരെ സേവിക്കുകയും അവരുടെ മുമ്പിൽ പ്രണമിക്കുകയും ചെയ്യാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ തമ്മിൽ ഒരു തർക്ക വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, നമ്മൾ കടന്നു പോകുമ്പോൾ അവരുടെ അന്യദേവന്മാരുടെ മുമ്പിൽ ഒന്ന് റെസ്പെക്റ്റ് കൊടുത്താൽ കുറവുണ്ടോ? ഒന്ന് ബഹുമാനിക്കുന്നത് അത് തെറ്റാണോ? അത് സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ വചനമൊക്കെ തിരിച്ചറിഞ്ഞ് വചനവുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അത് തെറ്റാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു. കാരണം ഇത് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ്. നമ്മുടെ ദൈവത്തിന് കൊടുക്കേണ്ട അർഹമായ ആരാധന അത് വേറെ ഏതെങ്കിലും ഇതിന് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകലാനായിട്ട് കാരണമാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഉള്ള ഒരു ചിന്ത അവർക്ക് ലഭിക്കുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായം 16-ൽ കാണുന്നുണ്ട്, അവർ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും പരിത്യജിച്ച് തങ്ങൾക്കായി കാളക്കുട്ടികളുടെ 2 വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി അശരോഷ് പ്രതിഷ്ഠ സ്ഥാപിക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും ബാൽദേവനെ സേവിക്കുകയും ചെയ്തു. ദൈവത്തിൽ നിന്ന് അകലുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടെങ്കിൽ നമ്മളത് തിരുത്തുവാനായിട്ട് ഈ തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 15-ൽ പറയുകയാണ്, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവകൃപ ചോർത്തിക്കളയുവാൻ കാരണമാകുന്ന വിദ്വേഷം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത രീതിയിൽ നിസ്സാര കാര്യങ്ങളിൽ പോലും എപ്പോഴും കോപിച്ച് വിദ്വേഷം നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, ദൈവകൃപ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് അത് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ കോപിക്കുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനായിട്ട് അത് മാറ്റുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. മൂന്നാമത് വചനം പഠിപ്പിക്കുകയാണ്, ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് സ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ.
കാരണം ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് നമ്മൾ സ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ. പത്രോസ്ലീഹായുടെ 2-ാം ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യമാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇക്കാര്യം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് സ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ഇത് പറയുമ്പോൾ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. പ്രിയമുള്ളവരെ, ഒരു സഹോദരൻ അവന് ജോലിയൊന്നും ലഭിക്കുന്നില്ല. പഠിച്ച് വർഷങ്ങൾ കഴിഞ്ഞു, എല്ലാ ഇതിനും അപ്ലൈ ചെയ്യും, പക്ഷേ ജോലി കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു കൂട്ടുകാരൻ അവന് പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടി. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ജോലി ഇല്ലാത്ത കൂട്ടുകാരനോട് പറഞ്ഞു, നീ ഞാൻ പറയുന്ന രീതിയിൽ ഒരു ക്രിയ ചെയ്യുകയാണെങ്കിൽ, ഒരു പൂജ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ജോലി കിട്ടും. അങ്ങനെ ഒരു അന്യവിഗ്രഹത്തിൻ്റെ സ്ഥലത്തേക്ക് ഈ ചെറുപ്പക്കാരനെ, യേശുവിൽ വിശ്വസിക്കുന്ന ഈ ചെറുപ്പക്കാരനെ, ജോലിയില്ലാത്ത ചെറുപ്പക്കാരനെയും കൊണ്ടുപോയി. അങ്ങനെ ഇവൻ ആ പൂജയും ഇതുമൊക്കെ പങ്കെടുത്തു കഴിഞ്ഞു. ഈ പൂജയൊക്കെ കഴിഞ്ഞ് കുറേ പൈസയും നഷ്ടപ്പെട്ടു. കുറേ പൈസയും കൊടുത്ത് തിരിച്ചു വന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലിയൊന്നും ശരിയാകുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി ഇപ്പോഴുള്ള പ്രശ്നമെന്ന് പറയുന്നത് അവന് പുറത്തിറങ്ങാനായിട്ട് പറ്റുന്നില്ല. മനസ്സിൽ വല്ലാത്തൊരു ആകുലതയും ഉൾഭയവും, ആളുകളെ കാണുവാനായിട്ട് ഭയം, ഇരുട്ടിനെ ഭയം, പുറത്തിറങ്ങുമ്പോൾ ആളുകളെ ഫേസ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ തിന്മ അവനെ കൊണ്ടെത്തിച്ചു. വചനം പഠിപ്പിക്കുന്നത് ശരിയാണ്. കാരണം ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് സ്ഥൈര്യം നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ. അവൻ്റെ ഉള്ളിലെ ആ ശക്തി പോലും ധൈര്യം പോലും ചോർന്നുപോയി. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏകസത്യ ദൈവത്തിൽ മാത്രം അടിയുറച്ച് നിന്ന് ജീവിക്കണം. അതല്ലാതെ തെറ്റായ മറ്റ് തിന്മകൾ ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ അനുകരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് നഷ്ടം വരുത്തുവാനായിട്ട് ഇടയാകുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. 4-ാമത് വചനം പറയുകയാണ്. യോഹന്നാൻ്റെ 2-ാം ലേഖനത്തിൽ 8-ാം വാക്യത്തിൽ പറയുകയാണ്, മറ്റുള്ളവരുടെ അധ്വാന ഫലം നഷ്ടമാകാതെ അത് പൂർണ്ണമായി നേടുവാൻ ശ്രദ്ധിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ അധ്വാന ഫലം നഷ്ടമാകാതെ പൂർണ്ണമായി നേടാൻ ശ്രദ്ധിക്കണം. നമ്മളായിരിക്കുന്ന നമ്മുടെ ഇടങ്ങളിൽ നമുക്ക് വേണ്ടി അധ്വാനിച്ച അനേകരുണ്ട്. നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയുടെ പിന്നിൽ നമുക്ക് മുൻപേ നമ്മൾ ഈ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ അധ്വാനിച്ചവരുടെ അധ്വാന ഫലമുണ്ട്. കണ്ണുനീരോടെ വേർപ്പൊഴുക്കി ജീവിച്ചവരുടെ അധ്വാന ഫലങ്ങളുണ്ട്. നമുക്ക് ലഭിച്ച ഈ വിശ്വാസം, ആ വിശ്വാസം കാത്തു സംരക്ഷിക്കുവാൻ ജീവൻ കൊടുത്ത് ത്യാഗം സഹിച്ച് ജീവിച്ചവരുടെ ഒരു അധ്വാന ഫലമുണ്ട്. അപ്പോൾ ആ അധ്വാന ഫലം നമ്മൾ നഷ്ടപ്പെടുത്താനായിട്ട് നമ്മൾ ഇടയാകരുത്. അത് വരണമെങ്കിൽ, അങ്ങനെ ഇടവരാതിരിക്കണമെങ്കിൽ നമ്മൾ അവരുടെ അധ്വാന ഫലത്തെ വിലയുള്ളതായി കരുതണം. അവരുടെ വിശ്വാസത്തെ വിലയുള്ളതായി കരുതണം. അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം മറ്റുള്ളവരുടെ അധ്വാന ഫലം നഷ്ടമാക്കാതെ അത് പൂർണ്ണമായി നേടാൻ ശ്രദ്ധിക്കുവിൻ. 5-ാമത് വചനം പഠിപ്പിക്കുന്നു. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം, അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെയാകാതെ വിവേകികളെ പോലെ ജീവിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. കാരണം ഇന്ന് നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ വിവേകം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ കാണാനായിട്ട് പറ്റും. അവിവേകികളായി ജീവിക്കുന്ന മനോഭാവമുള്ള മനുഷ്യരെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവരെ പോലെ ജീവിക്കാനായിട്ട് നമ്മൾ ഇടവരുത്തരുത്. അവരുടെ തലത്തിലുള്ള രീതിയിലുള്ള മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. ഇവിടെയൊക്കെ ഒരു ശ്രദ്ധ വേണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങളിൽ പറയുകയാണ്, സുഭാഷിതങ്ങൾ 27:12, വിവേകി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. വിവേകമുള്ളവൻ എന്ത് ചെയ്യും? കാരണം ഈ രീതിയിൽ പോയാൽ അപകടമാണ്, ആപത്താണ്, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറും. പക്ഷേ വിവേകമില്ലാത്തവൻ എന്ത് ചെയ്യും? എന്തോ വരട്ടെ, ഒന്ന് നേരിടാമെന്നുള്ള രീതിയിൽ അഹങ്കരിച്ച് പുറപ്പെടും. പക്ഷേ വലിയ അപകടത്തിൽ ചെന്ന് വീഴും. വിവേകം നഷ്ടപ്പെട്ട രീതിയിൽ കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടി വീട്ടുകാരെപ്പോഴും പറയും, 7 മണിയാകുമ്പോൾ നീ വീട്ടിൽ വരണം, കുടുംബ പ്രാർത്ഥന നടത്തണം. 7 മണിക്ക് വീട്ടിൽ വന്ന് കുടുംബ പ്രാർത്ഥന നടത്താനായിട്ട് പല ആവർത്തി പറഞ്ഞിട്ടും അവനത് കേൾക്കാനായിട്ട് തയ്യാറില്ല, അത് ശ്രദ്ധിക്കാനായിട്ട് തയ്യാറല്ല. മാതാപിതാക്കളുടെ ഈ ഉപദേശം ശ്രദ്ധിക്കാതെ അവൻ്റെ കൂട്ടുകാരുടെ മനോഭാവത്തോടെ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ ചേർന്ന് 7 മണിയാകുമ്പോൾ ബൈക്കും എടുത്ത് ഇങ്ങനെ റോഡിലൂടെ കറക്കമാണ്. ഇങ്ങനെ ഇരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു അപകടം ഉണ്ടാകുന്നു. ഈ അപകടത്തിൽ ഇവരുടെ അശ്രദ്ധ മൂലമുണ്ടായ അപകടമായതുകൊണ്ട് പുറകിലിരുന്ന ഈ പയ്യനും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ കാരണം വിവേകമില്ലാത്ത രീതിയിൽ അവിവേകികളെ പോലെ ഉള്ള മനോഭാവത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കെണികളിൽ വ്യക്തികൾ അടിമപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ചില തെറ്റായ കൂട്ടുകെട്ടുകളിൽ, ദുഷിച്ച കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് വീഴാനായിട്ട് കാരണം എന്താണ്? ശ്രദ്ധക്കുറവാണ്.
വിവേകത്തോടെ ശ്രദ്ധയോടെ നിലപാടുകൾ എടുക്കുവാനായിട്ട് കഴിയണം. ലൂക്കയുടെ സുവിശേഷത്തിൽ 14 അധ്യായം 28 മുതൽ 32 വരെയുള്ള വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വിവേകിയായ പുത്രൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ 15:20 പറയുകയാണ്, വിവേകിയായ പുത്രൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു. ആറാമത് വചനം പഠിപ്പിക്കുകയാണ്, ചെറിയവരെ നിന്ദിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. തിരുവചനം പഠിപ്പിക്കുക, ചെറിയവരെ, നമ്മളെക്കാൾ ചെറിയ തലങ്ങളിൽ ജീവിക്കുന്നവരെ നിന്ദിക്കരുത്. നമ്മളെക്കാൾ കുറവുകളോടുകൂടി നമുക്കുള്ളത് ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ടാകും. അവരെ നമ്മൾ ഒരിക്കലും നിന്ദിക്കാനായിട്ട് പാടില്ല എന്ന് വചനം പഠിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 10 വാക്യം, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. വചനം പഠിപ്പിക്കുക, എന്തൊക്കെ കാര്യങ്ങളിൽ നീ സൂക്ഷിക്കണം എന്ന് തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. ഒന്നാമത് നമുക്ക് വചനം പറയുന്നത് എന്താണ്? ഒന്നാമത് ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാനായിട്ട് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. രണ്ടാമത് ദൈവം നമുക്ക് നൽകിയ ദൈവകൃപ അത് നഷ്ടപ്പെടുത്താതിരിക്കുവാനായിട്ട് നമ്മൾ സൂക്ഷിക്കണം. മൂന്നാമത് ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് സ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. നാലാമത് മറ്റുള്ളവരുടെ അധ്വാന ഫലം നഷ്ടമാക്കാതെ അത് പൂർണ്ണമായി നേടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അഞ്ചാമത് അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ആറാമത് ചെറിയവരെ നിന്ദിക്കാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. തിരുവചനം വീണ്ടും പഠിപ്പിക്കുകയാണ്. ഏഴാമത് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ, നിന്നെക്കുറിച്ച് ശ്രദ്ധിക്കുക, അവയിൽ ഉറച്ചു നിൽക്കുക, അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. വചനം പറയുന്നില്ലേ, വീഴാതിരിക്കുവാൻ സ്വയം ശ്രദ്ധിക്കണം. നമ്മൾ മറ്റുള്ളവരോടൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയും, ഉപദേശിക്കും, സൂക്ഷിക്കണം എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ കാര്യത്തിൽ കൂടെ നമുക്കൊരു സൂക്ഷ്മതയുണ്ടോ, ശ്രദ്ധയുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണമെന്നും അതിന് യോഗ്യമായിട്ട് ജീവിക്കണമെന്നും വചനം പഠിപ്പിക്കുകയാണ്. ഒരു സംഭവം നമുക്കറിയാം അല്ലേ, അച്ഛനും കപ്പ്യാരും കൂടെ വീട് സന്ദർശനത്തിന് പോവുകയാണ്. അപ്പോൾ വീട് സന്ദർശനത്തിന് ഇങ്ങനെ പോകുമ്പോൾ വലിയ പായലൊക്കെ പിടിച്ചിരിക്കുന്ന റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ കപ്പ്യാർ അച്ഛനോട് പറയുകയാണ്, അച്ഛാ സൂക്ഷിക്കണം. ഇങ്ങനെ കപ്പ്യാരിങ്ങനെ കൂടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, അച്ഛാ സൂക്ഷിക്കണം, വീഴാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ അത് ശ്രദ്ധയോടെ ഓരോ കാല് ചുവട് വയ്ക്കുമ്പോഴും, കാരണം ഈ പായലുള്ള പ്രതലമായതുകൊണ്ട് സ്ലിപ്പായി പോകാതിരിക്കാനായിട്ട് അച്ഛൻ സൂക്ഷിച്ച് ഇങ്ങനെ നടക്കുക. പക്ഷേ ഈ ഉപദേശി പറഞ്ഞുകൊണ്ടിരുന്ന ഈ കപ്പ്യാർ ഒരു സമയം നോക്കിയപ്പോൾ കപ്പ്യാർ ഇതാ തറയിൽ വീണ് കിടക്കുക. സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ മനുഷ്യൻ അദ്ദേഹത്തെ തന്നെ ശ്രദ്ധിക്കാനായിട്ട് തയ്യാറായില്ല. പ്രിയമുള്ളവർ, ഇതുപോലുള്ള അപകടങ്ങൾ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ, നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിലേക്ക് കടന്നു വരാതിരിക്കുവാനായിട്ട് വചനം പഠിപ്പിക്കുകയാണ്. നിന്നെക്കുറിച്ച് ശ്രദ്ധിക്കുക, അവയിൽ ഉറച്ചു നിൽക്കുക, അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 12 പറയുകയാണ്, ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. നിൽക്കുന്നുവെന്ന് പറയുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. 8-ാമത് വചനം പഠിപ്പിക്കുകയാണ്. മാർക്കൂസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 24, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ, നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും, കൂടുതലും ലഭിക്കും. വചനം പഠിപ്പിക്കുക, നിങ്ങൾ ഏത് രീതിയിലാണ് മറ്റുള്ളവരെ അളക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾക്കും തിരിച്ചു കിട്ടും, അതിനേക്കാൾ കൂടുതൽ കിട്ടുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിൽ, മറ്റുള്ളവരുമായിട്ടുള്ള സംസർഗങ്ങളിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകൾ അത് നമുക്ക് 100 ഇരട്ടിയായിട്ട് ദൈവം തിരിച്ചു തരുമെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഈ സൂക്ഷിക്കാതിരിക്കാനായി പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടുള്ള ചില മനോഭാവങ്ങളാണ് നമ്മൾ പലപ്പോഴും പലതും സൂക്ഷിക്കാതെ പോകുന്നത്. സൂക്ഷിക്കാതിരിക്കുവാനായിട്ട് നമ്മൾ കാരണമാകുന്ന ചില ചിന്താഗതികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് തിരുത്തണം. ഒന്നാമത് വചനം പറയുക, ചില കാര്യങ്ങൾ നീ സൂക്ഷിക്കണം. 8 കാര്യങ്ങൾ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിച്ചു, ഇന്ന കാര്യങ്ങൾ നീ സൂക്ഷിക്കണം. പക്ഷേ ഇത് സൂക്ഷിക്കാതിരിക്കുവാനായിട്ട് നമ്മുടെ ഉള്ളിൽ കാരണമാകുന്ന ചില മനോഭാവങ്ങളുണ്ട്. ഒന്നാമത് ഞാനെന്ന ഭാവമാണ്, അഹങ്കാരം. എനിക്കെല്ലാം അറിയാം, ആരും എന്നെ പഠിപ്പിക്കേണ്ട, എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം. ഈ ഒരു അഹങ്കാര ചിന്തയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളിൽ സൂക്ഷ്മക്കുറവുണ്ടാവും, ശ്രദ്ധക്കുറവുണ്ടാവും. എനിക്ക് പൂർണ്ണതയാണ്, ഞാൻ പെർഫെക്റ്റാണ്. ഓവർ കോൺഫിഡൻസ്, അമിതമായ നമ്മളിൽ തന്നെ ആശ്രയിക്കുന്ന, നമ്മുടെ തന്നെ കഴിവുകളിൽ ആശ്രയിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പലതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. ഒരു മനുഷ്യൻ ഗൾഫിൽ ജോലിക്ക് പോകാനായിട്ട് ഉള്ള വിസയും എല്ലാം ശരിയായി.
എപ്പോഴും അദ്ദേഹം ഓവർ കോൺഫിഡൻസാണ്, എല്ലാം ഓക്കെ ആണെന്നുള്ള മനോഭാവം. അദ്ദേഹം എല്ലാ ആൾക്കാരോടും വീട്ടുകാരോടും ഒക്കെ യാത്രയൊക്കെ പറഞ്ഞു. അദ്ദേഹം എയർപോർട്ടിലെത്തിയിട്ട് സെക്യൂരിറ്റിയുടെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് എയർ ടിക്കറ്റ് നോക്കി, ആ വിസയും നോക്കിയിട്ട് പെട്ടെന്ന് അദ്ദേഹത്തെ തിരിച്ചയച്ചു. ഇന്ന് പോകാനുള്ളതല്ല. കാരണം ആ ടിക്കറ്റ് എടുത്തത് ഫ്ലൈറ്റ് ടിക്കറ്റ് വേറെ ദിവസത്തെ ടിക്കറ്റായിരുന്നു. ഈ മനുഷ്യന് പക്ഷേ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം ടിക്കറ്റ് നോക്കിയില്ല. അല്പമൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഈ ടിക്കറ്റ് വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചറിയാം, ആ ഡേറ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യനായിട്ട് മാറി. അപ്പോൾ ഓവർ കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തിൽ വച്ചുകൊണ്ടിരുന്നാൽ ഇതുപോലുള്ള അപകടങ്ങൾ, തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ടിടയാവും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-20 പറയുകയാണ്, അത് ശരി തന്നെ, അവരുടെ അവിശ്വാസ നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കുക. ദൈവഭയത്തോടെ, ദൈവാശ്രയത്തോടെ ജീവിച്ചാൽ നമുക്ക് ഈ അഹങ്കാരത്തെ മാറ്റാനായിട്ട് പറ്റും. രണ്ടാമത്, സൂക്ഷിക്കാതിരിക്കുവാൻ, ശ്രദ്ധിക്കാതിരിക്കുവാനായിട്ട് കാരണമാകുന്ന രണ്ടാമത്തെ കാരണം ദൈവഭയമില്ലായ്മ. കാരണം ദൈവമെല്ലാം കാണുന്നുണ്ടെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെയൊക്കെ ശ്രദ്ധിക്കാനായിട്ട് തയ്യാറാകും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമുക്കൊരു ശ്രദ്ധയുണ്ടാകും. ദൈവഭയമില്ല. സങ്കീർത്തനം 139 എല്ലാം കാണുന്ന ദൈവത്തെക്കുറിച്ച് സങ്കീർത്തകൻ പറയുന്നുണ്ട്. നീ ഇരിക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും, നീ ഭൂമിയുടെ അഗാധങ്ങളിൽ പോയാലും, ചിറകുകൾ ധരിച്ച് ആകാശത്തിൻ്റെ ഉന്നതയിൽ പോയാലും, സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ചെന്ന് വീണാലും അവിടെയും ദൈവം നിന്നെ നോക്കുന്നുണ്ട്, നിന്നെ കാണുന്നുണ്ടെന്നുള്ള ആ ഒരു ഉൾക്കാഴ്ച, ആ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മൾ പലതും ശ്രദ്ധിച്ച് ജീവിക്കും. സുഭാഷിതങ്ങൾ പറയുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-6, ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം, ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. അപ്പോൾ ദൈവഭയം വേണം. ദൈവമെല്ലാം കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ മനുഷ്യരെ ഭയമാണ്. മനുഷ്യരെന്ത് വിചാരിക്കുമെന്ന് കരുതും, പക്ഷേ ദൈവം എന്ത് വിചാരിക്കുമെന്ന് കരുതാറില്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പലതും ശ്രദ്ധിക്കാതെ അഹങ്കരിച്ച് ഞാനെന്ന ഭാവത്തിൽ ജീവിക്കുകയാണ്. നമ്മൾ മനുഷ്യരെയല്ല ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തെ. കാരണം ദൈവം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവഭയത്തോടെ ജീവിച്ചാൽ എല്ലാം ശ്രദ്ധയോടെ ചെയ്യാനായിട്ട് സാധിക്കും. ലേവ്യരുടെ പുസ്തകം 25-17 പറയാം, നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്, ദൈവത്തെ ഭയപ്പെടണം, ഞാനാണ് നിങ്ങളുടെ കർത്താവ്. മൂന്നാമത്, ശ്രദ്ധിക്കാതിരിക്കുവാൻ, നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും സൂക്ഷിക്കാതിരിക്കുവാൻ കാരണമാകുന്നത് നമ്മുടെ തിരക്കും ദൈവഭക്തിയില്ലായ്മയുമാണ്. നമ്മളിപ്പോൾ തിരക്കുകളുടെ ലോകത്തിലാണ്. സ്പീഡാണ്, സമയമില്ല. എപ്പോഴും സ്പീഡായതുകൊണ്ട് എന്താണ്, മറ്റു പലതിനെയും നമ്മൾ ഇടിച്ചു വീഴ്ത്തിക്കൊണ്ട് പോവുകയാണ്. നമ്മൾ പോകുന്ന വാഹനങ്ങളിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഒരു ട്രാഫിക് സിഗ്നൽ വന്ന് വീണാൽ പോലും നമ്മൾ എന്താണ്, എനിക്ക് സമയമില്ല, സ്പീഡെന്ന് പറഞ്ഞ് നമ്മൾ തിരക്ക് പിടിച്ച് ഓടുന്നു. പക്ഷെ അതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ എത്രയാണ്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക എന്ന് പല സ്ഥലങ്ങളിലും എഴുതി വച്ചിട്ടും നമ്മൾ പലതും സൂക്ഷിക്കാതെ, ശ്രദ്ധിക്കാതെ പോകാനായിട്ട് കാരണം എന്താണ്, തിരക്ക്. അപ്പോൾ ജീവിതത്തിലെ തിരക്കുകൾ വച്ചുകൊണ്ടിരുന്നാൽ പലതും ശ്രദ്ധിക്കാതിരിക്കാൻ കാരണമാകും. പല കാര്യങ്ങളും സൂക്ഷിക്കാതെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ തകർച്ചകൾ വന്ന് വീഴുമെന്ന് തിരിച്ചറിയണം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 14-27 പറയുകയാണ്, ദൈവഭക്തി ജീവൻ്റെ ഉറവയാണ്, മരണത്തിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു. അപ്പോൾ ദൈവഭക്തി വേണം തിരക്ക് മാറ്റുവാനായിട്ട്. കാരണം ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവഭക്തി ഉണ്ടെങ്കിൽ ഈ തിരക്കൊക്കെ ഒന്ന് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. യാക്കോബ് ശ്രീയുടെ ലേഖനത്തിൽ 1-19 എൻ്റെ പ്രിയപ്പെട്ട സഹോദരരെ ഓർമ്മിക്കുവിൻ, ശ്രദ്ധിക്കുവിൻ. വചനം പറയുകയാണ്, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും, സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും, കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. വചനം മത്തായിയുടെ സുവിശേഷം 5-5 പറയുന്നില്ലേ, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. സങ്കീർത്തനം 37-11, എന്നാൽ ശാന്തശീലർ ഭൂമി അവകാശമാക്കും, ഐശ്വര്യത്തികവിൽ അവർ ആനന്ദിക്കും. നമുക്ക് ശാന്തതയിലേക്ക് കടന്നു വരാം. തിരക്ക് പിടിച്ച ഈ ലോകത്തിൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നവരാകാനായിട്ട് തയ്യാറാകാം. നമ്മളെയും മറ്റുള്ളവരെയും ദൈവവചനം പഠിപ്പിച്ച 8 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്കും നമുക്കും ഒരു അനുഗ്രഹമാക്കി മാറ്റുവാനായിട്ടുള്ള കൃപാവരത്തിനായി ഈ ദിനത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ ശ്രദ്ധക്കുറവ്, എൻ്റെ അശ്രദ്ധ, എൻ്റെ സൂക്ഷ്മത കുറവ് മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകാതിരിക്കുവാൻ നമുക്ക് വചനത്തിന് യോഗ്യമായി ശ്രദ്ധിച്ച് ജീവിക്കുന്നവരായിട്ട് മാറാം. അതിനുള്ള കൃപയ്ക്കായിട്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, വചനം തിരുവചനത്തിലൂടെ അവിടെ നിന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നുവല്ലോ, ശ്രദ്ധിച്ച് ജീവിക്കുക. സൂക്ഷ്മത കുറവ് പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയത്തിനും
വേദനകൾക്കും മറ്റുള്ളവരുടെ കണ്ണുനീരുകൾ വീഴുന്നതിനും കാരണമായിട്ടുണ്ട്. മുന്നോട്ടുള്ള ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവഭയത്തോടെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരക്കുകളുടെ ലോകത്തിൽ അശ്രദ്ധയോടെ ജീവിക്കാതിരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വിവേകവും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.